ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു കടച്ചക്കയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതും നല്ല ഫ്രഷ് ആയിട്ട് പൊട്ടിച്ചെടുത്ത കടച്ചക്ക. നല്ല പോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കുനുകുനാന്ന് വേണം അരിഞ്ഞെടുക്കാൻ. ഇന്നത്തെ വിഭവം കടച്ചക്ക കൊണ്ടുള്ള ഒരു ഉപ്പേരിയാണ്. മെഴുക്ക് വരട്ടിയെന്നോ തോരനെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാവുന്നതാണ്. പക്ഷേ ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് എല്ലാം ഒരു ഉപ്പേരി ചേർത്ത് പറയലാണ് പതിവ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, കടച്ചക്ക ഉപ്പേരിയെന്ന്. കടച്ചക്ക നല്ല പോലെ ചെറുതായിട്ട് വേണം നന്നാക്കിയെടുക്കാൻ. പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, വേപ്പിൻ്റെ ഇല, കുറച്ച് നാളികേരം, വറ്റൽമുളക്, അതാണ് ഇതിന് വേണ്ട മറ്റ് സാധനങ്ങൾ. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ആദ്യം നമുക്ക് ഇടിക്കലിൽ ഒന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം മുളക് ഒന്ന് മിക്സിയിലിട്ട് കറക്കിയിട്ട് വരാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു കടായി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് നല്ലത്. അത് ഈ കറിക്ക് വളരെ ടേസ്റ്റ് നൽകുന്ന ഒന്നാണ്. ചൂടായി വരുന്ന വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ചെറുതായി ഒന്ന് വഴണ്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേപ്പിൻ്റെ ഇല ചേർക്കാം. വീട്ടിലുണ്ടാകുന്ന വേപ്പിൻ്റെ ഇല ധാരാളമുള്ളത് കൊണ്ട് ഞാൻ അധികം ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്ലേവർ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ അതൊന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് പച്ചമണം പോയി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ചതച്ച് വെച്ച മുളക് ചേർക്കാം. ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്. ഞാൻ കുറച്ചധികം മുളക് ചേർക്കുന്നുണ്ട്. ചതച്ച മുളകിൻ്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ വഴറ്റുക. അതിനുശേഷം നമുക്കതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന നാളികേരം ചേർക്കാം. അത് നല്ലപോലെ വഴറ്റുക. കളർ മാറാൻ നിൽക്കരുത്. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസായ കടച്ചക്ക അതിലേക്കിടാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ചെറു തീയിൽ ആവിയിൽ അത് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കുവാനും മറക്കരുത്, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് തുറന്ന് നോക്കാം. ഇപ്പോൾ ആവിയിൽ വെന്ത കടച്ചക്ക പാകമായിട്ട് ഇരിപ്പുണ്ട്. ഇച്ചിരി ഉപ്പിൻ്റെ പോരായി ഉണ്ടായിരുന്നു. ഞാനത് ആഡ് ചെയ്ത് ഒന്നും കൂടി ഇളക്കി മറിച്ച് യോജിപ്പിച്ചു. നല്ല സ്വാദിഷ്ടമായ കടച്ചക്ക ഉപ്പേരി റെഡിയായിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇതിനെ ശീമച്ചക്ക എന്നും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഊണ് കഴിച്ചാലോ? കുറച്ച് ചോറും കടച്ചക്ക ഉപ്പേരിയും മീൻ വറുത്തതും. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യണേ.